உங்களுக்கு தானே தெரியும். நீங்க ஏன் பேசுறீங்க சைபர் புல்லிங் பிரிக்ஸ்? உங்களை எத்தனை பேர் செத்து போயிருக்காங்க தெரியுமா உங்களுக்கு? எத்தனை பேர் சூசைட் பண்ணிருக்காங்க தெரியுமா உங்களுக்கு? நான் போயிடுறேன். உங்க எல்லாரும் எடுத்துட்டு தான் போவேன் நான். இல்லாட்டி குழந்தைங்க இந்த டீனேஜர்ஸ்ல இருந்து உங்களை செத்து போயிருக்காங்க. சைபர் புல்லிங் பிரிக்ஸ். வெக்கமா உங்களுக்கு என்ன நினைச்சிருக்கீங்க? இந்த மாதிரி பாத்துக்க முடியலன்னா இல்லாதப்ப மூடிட்டு இருக்கணும். பாக்க விட மாட்டாங்க. போன் கான்ஃபிஸ்கேட் பண்ணி வச்சிருக்காங்க. ஸ்கூலுக்கு பாடிகார்டு அனுப்புறாங்க. என் பசங்க பாக்கல இந்த வீடியோவை. தெரிஞ்சு தானே ஓடி வந்தேன் நான். அந்த லைஃப் பிடிக்கலன்னு இத்தனை நாள் இருந்தால அப்பெல்லாம் தெரியா? அப்பெல்லாம் பாத்துக்கல. எவ்வளவு கோடி இந்த வீடியோ கேளுங்க போய் வெளியில ஈஸியாவே சொல்லும். யாருக்காக? எல்லாம் உங்களுக்காக தான் பண்ண. இருக்கும் போது பாத்துக்க முடியலன்னா இல்லாதப்ப மூடிட்டு இருக்கணும். ജയൻ രവി തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ വളരെ നല്ല ഒരു ടാലന്റ് ഉള്ള ഒരു ആക്ടറാണ് ജയൻ രവി എന്ന് പറയുന്നത്. പേഴ്സണലി എനിക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു നടനാണ് ജയൻ രവി. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു തരത്തിലുള്ള അവസ്ഥ, അതായത് ആ ഒരു ഡൗൺഫോൾ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയിലും അപ്പുറമാണ് എന്നുള്ളത് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രയ്ക്കും തകർന്ന് തരിപ്പണമായി ആ ഒരു പത്രസമ്മേളനത്തിനിടെ പൊട്ടിത്തെറിച്ച ഈ ഒരു രീതി ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും ഒരു വലിയ രീതിയിലുള്ള ഒരു വിഷമഘട്ടത്തിലൂടെയാണ് ജയൻ രവി കടന്നു പോയിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം തന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ, അതിലൂടെ അതിൽ റിക്കവർ ആവാതെ ഇപ്പോഴും പല രീതിയിലും പല സാഹചര്യങ്ങളും നേരിടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നു. ഈ ഒരു തുറന്നു പറച്ചിൽ തന്നെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് തന്റെ മക്കളെ കാണാൻ പറ്റുന്നില്ല, എല്ലാ രീതിയിലും എന്താ പറയാ ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഈ പറയുന്ന ഒരു രീതിയിൽ മക്കളുടെ സ്കൂൾ ഫീസ് കൊടുക്കുന്നത് ജയൻ രവിയാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എന്നാൽ മക്കളെ ബോഡി ഗാർഡ്സിനെ വിട്ടാണ് സ്കൂളിൽ വിടുന്നത്, തന്നെ കാണാൻ അനുവദിക്കുന്നില്ല, ഒരു തരത്തിലും ഒരു ഇതുമില്ലാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തന്റെ ശരീരം തന്നെ മുറിവുകൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിൽ, അതായത് താൻ സ്വയം മുറിവുകൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിൽ വരെ ഇപ്പോൾ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ള തരത്തിലാണ് ജയൻ രവിയുടെ ഓരോ വർത്തമാനം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇപ്പോൾ എത്ര കാശ് സമ്പാദിച്ചാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് കാശുണ്ടെങ്കിൽ ഈ പറയുന്ന തോതിൽ എന്തും നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. 100% ശരിയാണ്. കാശുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. പക്ഷേ നേടിയെടുക്കാൻ പറ്റാത്ത ചിലതുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിൽ പെട്ട ഒരു കാര്യമാണ് ജയൻ രവി എന്ന് പറയുന്ന വ്യക്തി. അതായത് അദ്ദേഹത്തിന് കാശുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് മനസ്സമാധാനം എന്ന് പറയുന്ന കാര്യമില്ല, ഉറക്കമില്ല, എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമായിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, കാശുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാം ആവണമെന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജയൻ രവിയുടെ ഈ തുറന്നു പറച്ചിൽ എന്ന് പറയുന്നത്. എന്ത് നല്ലൊരു ആക്ടറാണെന്നായിരുന്നു പുള്ളിക്കാരൻ തന്നെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന രീതിയിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവാതെ ഇനി തന്റെ ഒരു സിനിമ റിലീസ് ആവത്തില്ല, താൻ ഇനി അഭിനയിക്കില്ല എന്നുള്ള അവസ്ഥയിൽ വരെ എത്തിയിരിക്കുകയാണ് ജയൻ രവി. തീർച്ചയായിട്ടും നമുക്കറിയാം, പുള്ളിക്കാരൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ കുറേ നാൾ വളരെ നല്ല രീതിയിൽ തന്നെയൊക്കെയാണ് മുന്നോട്ട് പോയതെന്നാണ് നമ്മൾ ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയാം. പക്ഷേ അത് ഏത് സ്റ്റേജിലേക്കാണ് പോയത്, ഇത്രയും കൊല്ലം കൊണ്ട് ഏത് ലെവലിലാണ് എത്തിയത് എന്നുള്ളത് ഇപ്പോൾ ഈ ഡൈവേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കാണ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവുന്നതെന്ന് പറയുന്നത്. ശരിക്കും പുള്ളിയുടെ അവസ്ഥ അത്രയ്ക്കും പരിതാപകരമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. തനിക്ക് ഒരു അക്കൗണ്ട് ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഉള്ളത് ഒരു ജോയിന്റ് അക്കൗണ്ടാണ്. ആ ജോയിന്റ് അക്കൗണ്ടിൽ നിന്നും താൻ സമ്പാദിച്ച പൈസ തന്നെ എന്തെങ്കിലും എടുത്താൽ പോലും അതെന്തിനാണ് എന്നുള്ള ചോദ്യം വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കണം. എത്രത്തോളം ഒരു എന്താ പറയുക, ജയിലിനുള്ളിൽ കഴിയുന്ന കണക്കായിരുന്നു അവിടെ ജയൻ രവി എന്നുള്ളതാണ് ഈ ജയൻ രവിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും വലിയൊരു ദുർഘട ഘട്ടം എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന തോതിൽ അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ഡിവോഴ്സ് വിഷയം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കൂടുതലും ഈ ആണുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ആണുങ്ങളുടെ ഭാഗത്താണോ ശരി അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഭാഗത്താണോ ശരി എന്നുള്ള രീതിയിലൊന്നും ആരും നോക്കാറില്ല. മിക്കതും ഈ പറയുന്ന രീതിയിൽ പെണ്ണുങ്ങൾക്ക് അനുകൂല ഘടകമായിരിക്കാം കാര്യങ്ങളെന്ന് പറയുന്നത്. അതിപ്പോൾ നിയമപരമായിട്ടായാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു സപ്പോർട്ട് പുറമേ നിന്ന് കാണുന്ന ജനങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളായാലും. പക്ഷേ ആ അനുഭവിക്കുന്ന വേദനകൾ എത്രത്തോളമാണ് എന്നുള്ളത് ആരും തന്നെ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ അവനൊന്ന് കരഞ്ഞാൽ നീ എന്തിനാണ് കരയുന്നത്, നീ ആണല്ലേ, നിനക്ക് നാണമില്ലേ ഇങ്ങനെ കരയാൻ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ അത് അത്രത്തോളം കട്ടിച്ചമർത്തിയായിരിക്കും അവൻ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തി എന്നുള്ളതിന്റെ തെളിവാണ് ജയൻ രവി ഇന്ന് ഈ ഒരു പത്രസമ്മേളനത്തിനിടെ ഈ ഒരു അവസ്ഥയിൽ എത്തിയതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കാരണം അത്രത്തോളം പുള്ളിക്കാരൻ പിടിവിട്ടു പോയി എന്ന് വേണം എടുത്തു പറയാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇത്രത്തോളം പിടിവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് ഒരിക്കലും എത്തത്തില്ലായിരുന്നു. കാരണം അത്രത്തോളം കൈവിട്ടു പോയി എന്ന് വേണം എടുത്തു പറയാനായിട്ട് ജയൻ രവിയുടെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പുള്ളിക്കാരന്റെ ശരീരത്തിൽ പോലും മുറിവുകൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പുള്ളിക്കാരൻ എത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ലെവലിലോട്ടാണ് പുള്ളിക്കാരൻ്റെ ഒരു പോക്കെന്ന് വേണം ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. இதான் நடக்கும். அதான் உங்களுக்கு வேணும்.
ஐ கேவ் இட் எவ்ரிதிங் அப்படின்னு வர சொல்லணும். மொத்த ப்ரூஃபும் இருக்கு என்கிட்ட. வர சொல்லுங்க தெரியும். என்ன வேணா நடக்கட்டும். சரிங்க, நான் நடிக்க மாட்டேன். நீங்கள எப்போ பாடு வரும் எனக்கு தெரியாது. എനിക്ക് സപ്പോർട്ട് പண்றവங்க സപ്പോർട്ട് பண்ணிட்டு ഇരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു നടനാണ് ജയൻ രവി എന്ന കാര്യം സംശയമില്ല. ഈ പ്രശ്നങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള വിഷയങ്ങളും എല്ലാം തന്നെയും എത്രയും പെട്ടെന്ന് അവസാനിച്ച് ആ പഴയ പോലെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു നടനായിട്ട് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുക.